മലപ്പുറത്ത് തിരൂരിൽ യുവതിയെയും 1.5 വയസ്സുള്ള മകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശി ഇർഫാന, മകൻ അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. യുവതി കുഞ്ഞുമായി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം. ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. യുവതിയുടെ മാതാവ് 4 മാസം മുമ്പാണ് മരിച്ചത്. ഇതിൽ കടുത്ത മനോവിഷമത്തിലായിരുന്നു യുവതിയെന്നും പോലീസ് പറയുന്നു. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ്ണ, നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞാണ്, 1.5 വയസ്സുള്ള കുഞ്ഞുമായിട്ടാണ് ആ ഉമ്മ കിണറ്റിൽ ചാടിയത്. എന്തായാലും വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിട്ട് മാറുന്നു. സോണൽ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ കുഞ്ഞിന്റെ വാപ്പ സ്ഥലത്തില്ലേ? അരുൺകുമാർ, ഇന്നലെ ഏകദേശം വൈകിട്ട് 6:30-7 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നാട്ടുകാരുൾപ്പെടെ അറിയുന്നത്, പരിസര പ്രദേശത്തുള്ളവർ അറിയുന്നത്. അതായത് ഈ 1.5 വയസ്സുള്ള കുഞ്ഞുമായി ഈ യുവതി, അതായത് 30 വയസ്സ് മാത്രമാണ് ഈ ഏഴൂർ സ്വദേശി കൂടിയായിട്ടുള്ള ഇർഫാനയ്ക്ക് പ്രായം. ഇവരെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ, തിരൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തിയാണ് ഈ 2 പേരെയും കിണറ്റിൽ നിന്ന് പുറത്തിറക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്നത്. ഇതിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ആ വീട്ടിൽ, ഏഴൂരിലെ വീട്ടിൽ വിശദമായിട്ട് പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന് തോന്നിക്കുന്ന ഒരു കുറിപ്പ് ആ പോലീസിന് ലഭിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ഈ ഉമ്മ 4 മാസം മുമ്പ് മരിച്ചിട്ടുണ്ട്, അതിൽ കടുത്ത മനോവിഷമമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്നിട്ട് തന്നെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. 1.5 വയസ്സാ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മുഖം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ വിഷമിക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. എന്തായാലും എന്താണ് പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത് എന്തായാലും പോലീസ് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അരുൺകുമാർ.